നമസ്കാരം. ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ നായകനായി നമ്മുടെയെല്ലാം പ്രിയതാരം പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദം മലയാള സിനിമയിൽ വലിയ ചർച്ചകൾക്കായിരുന്നു അന്ന് വഴി തുറന്നിരുന്നത്. സിനിമയുടെ ഉള്ളടക്കം ചില രാഷ്ട്രീയ വീക്ഷണങ്ങളെ പ്രതിഫലിക്കുന്നു എന്നായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട ആരോപണവും. സിനിമ ഇറങ്ങിയ സമയത്ത് ഈ സിനിമയ്ക്കെതിരെ വലിയ വിമർശനങ്ങളും അനുകൂലമായ പ്രസ്താവനകളും അന്ന് നടന്നിരുന്നു. ഈ വിഷയത്തിൽ ഇപ്പോൾ ആദ്യമായി പരസ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് നടനും സംവിധായകനുമായ പൃഥ്വിരാജ് സുകുമാരൻ. തൻ്റെ രാഷ്ട്രീയം സിനിമയിലൂടെ പ്രകടിപ്പിക്കേണ്ട ഒരാവശ്യവും തനിക്കില്ല എന്നും സോഷ്യൽ മീഡിയ അതിരുകടന്ന പ്രതികരണങ്ങളിലേക്ക് വഴിമാറുന്നുവെന്നും അദ്ദേഹം ശക്തമായി തുറന്നടിച്ചു. ചിത്രീകരണം തുടങ്ങുന്നതിന് വളരെ മുൻപ് തന്നെ തിരക്കഥ പ്രധാന നടനുമായും നിർമ്മാതാക്കളുമായും പങ്കുവച്ചിരുന്നു. എനിക്ക് എൻ്റെ രാഷ്ട്രീയം പ്രകടിപ്പിക്കണമെങ്കിൽ എനിക്കത് സോഷ്യൽ മീഡിയയിൽ ചെയ്യുവാൻ കഴിയും. എൻ്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുവാൻ വേണ്ടിയല്ല താൻ സിനിമ നിർമ്മിക്കുന്നതെന്നും അദ്ദേഹം ശക്തമായി പ്രതികരിച്ചു. പുതിയ ചിത്രമായ വിലായത് ബുദ്ധയുടെ പ്രചാരണത്തിനിടെ സത്യസന്ധതയാണ് തന്നെ നിർഭയനായിരിക്കുവാൻ സഹായിക്കുന്ന ഒരേ ഒരു കാര്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഓൺലൈൻ ലോകത്തെ പ്രതികരണങ്ങളെക്കുറിച്ചും അത് വ്യക്തികളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചും പൃഥ്വിരാജ് സുകുമാരൻ ആശങ്കയും പ്രകടിപ്പിച്ചു. പൃഥ്വിരാജ് സുകുമാരൻ പറഞ്ഞ ഈ കാര്യം വളരെ സത്യസന്ധമായ കാര്യം തന്നെയാണ്. ഓൺലൈൻ വഴി ഒരു മനുഷ്യനെ ഇകഴ്ത്തുവാനും വളർത്തുവാനും സാധിക്കും. സോഷ്യൽ മീഡിയ ഇപ്പോൾ ഒരു ആയുധമായി ഉപയോഗിക്കുന്നുണ്ട് എന്നും രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുന്നത് അതിരുകടന്ന പ്രതികരണങ്ങൾക്ക് കാരണമാകുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ചിലർ നിങ്ങളെ വില്ലനാക്കും, എന്നാൽ മറ്റു ചിലർ നിങ്ങളെ നായകനുമാക്കും. രണ്ടും വലിയ അപകടം തന്നെയാണ്. അതിനാൽ ചിലപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അവിടെ പ്രകടിപ്പിക്കാതിരിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യമായ കാര്യം, അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വ്യക്തികളെ ആക്രമിക്കുന്ന ഓൺലൈൻ ആൾക്കൂട്ടങ്ങളെക്കുറിച്ച് ആശങ്ക തനിക്കുണ്ടെന്നും ഇത്തരം ആക്രമണങ്ങൾ വരുത്തുന്ന വൈകാരിക ആഘാതത്തെക്കുറിച്ച് കരഞ്ഞുകൊണ്ട് തന്നോട് സംസാരിച്ച സഹപ്രവർത്തകരുണ്ട് എന്നും അദ്ദേഹം വെളിപ്പെടുത്തി. വിവാദത്തെ തുടർന്ന് മോഹൻലാൽ നടത്തിയ ക്ഷമാപണം പൃഥ്വിരാജ് വീണ്ടും പങ്കുവച്ചത് ആരാധകർക്കിടയിൽ സമ്മിശ്ര പ്രതികരണമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു കലാകാരൻ എന്ന നിലയിൽ സിനിമകളിൽ രാഷ്ട്രീയ മതവിഭാഗങ്ങൾക്കെതിരായ വിദ്വേഷം വളർത്തുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടത് തൻ്റെ കടമയാണെന്നും അദ്ദേഹം പറയുന്നു. മോഹൻലാലിൻ്റെ ക്ഷമാപണം പൃഥ്വിരാജ് എമ്പുരാൻ എന്ന ഹാഷ്ടാഗോടെ പങ്കുവച്ചപ്പോൾ ചില ആരാധകർ നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. സിനിമ ഒരു കലാരൂപമായിരിക്കെ തന്നെ അതിൻ്റെ ഉള്ളടക്കം പലപ്പോഴും രാഷ്ട്രീയ സാമൂഹിക ചർച്ചകൾക്ക് വഴി തുറക്കാറുമുണ്ട്. എമ്പുരാൻ എന്ന സിനിമയുടെ വിവാദത്തിലൂടെ പൃഥ്വിരാജ് സുകുമാരൻ സിനിമയുടെ രാഷ്ട്രീയവും വ്യക്തിഗത അഭിപ്രായ സ്വാതന്ത്ര്യവും തമ്മിലുള്ള അതിർവരമ്പ് ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. എന്നാൽ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിലെ സോഷ്യൽ മീഡിയയുടെ അതിരുകടന്ന രീതികളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആശങ്ക നിലവിലെ ഓൺലൈൻ സംസ്കാരത്തെക്കുറിച്ചുള്ള ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലുമാണ്. വിവാദരംഗങ്ങൾ നീക്കം ചെയ്തതോടെ എഡിറ്റ് ചെയ്ത് പതിപ്പ് ഉടൻ പ്രേക്ഷകരിലേക്കും എത്തും. പൃഥ്വിരാജ് സുകുമാരൻ പറഞ്ഞ ഈ വാക്കുകൾ 100% സത്യസന്ധമായ കാര്യം തന്നെയാണ്. കമൻറ്റിലൂടെയും ഓൺലൈൻ വഴിയും ആരെയും എന്തും എങ്ങനെയും അപമാനിക്കാം എന്നുള്ളത് ഇപ്പോൾ ഒരു പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ്.